ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ച തന്നെയാണ് കേട്ടോ. വെള്ളിയാഴ്ച അറിയാലോ, ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റ് ഡെസേർട്ട് പോയി. കഴിഞ്ഞ 2 എപ്പിസോഡ് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഡെസേർട്ട് പോയി തിരിച്ചു വരുന്ന വഴിക്ക് എഡിറ്റ് ചെയ്തു. അപ്പം അത് ഓൾമോസ്റ്റ് 1 മണിക്കൂറിന് മുകളിൽ ക്ലിപ്പുകളുണ്ട്, ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട് അറിയാലോ. അപ്പോൾ ഒരു എപ്പിസോഡെ കൊടുത്ത് എന്തായാലും 40-50 മിനിറ്റും. അതുകൊണ്ടാണ് ഞാനത് 20 എപ്പിസോഡായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്. പിന്നെ അപ്പം അങ്ങനെ വന്ന് റൂമിലെത്തി, അത് അപ്ലോഡ് ചെയ്ത് കിടന്നുറങ്ങി. ഒരു മണിക്കൂർ കിടന്നുറങ്ങി. ഇപ്പം സമയം ഏകദേശം ഒരു 5:30 മണിയായി. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും ട്രാവൽ വ്ലോഗ് അല്ല. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഖത്തറിലുള്ള കുറച്ച് മലയാളികളെ കാണാനാണ് പോകുന്നത്. കാരണം ഇന്നിവിടെ നമ്മുടെ ഖത്തർ മലയാളി മീറ്റപ്പ് ഉണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആയിട്ട് ഒരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം അവിടത്തേക്കാണ് കേട്ടോ പോകുന്നത്. ആദ്യം ആ മീറ്റപ്പ് പോകുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു മഞ്ഞപ്പട എന്ന ടീമിൻ്റെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിൻ്റെ അവരുടെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട്, ഒരു കളി കാണുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി അവരെ കണ്ടിട്ട് അവിടുന്ന് നേരെ ICCയിലുള്ള അശോക ഓഡിറ്റോറിയത്തിൽ പോയിട്ട് നമ്മൾ മീറ്റപ്പിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണാം കേട്ടോ. നമുക്കിന്ന് ഒരുപാട് മലയാളികളെ പരിചയപ്പെടാം, അവരുടെ വിശേഷങ്ങൾ അറിയാം. വീഡിയോ ഇടുവാ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല നമുക്ക് ഖത്തറിലെ കുറച്ച് മലയാളികളെ പരിചയപ്പെടാൻ. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ബ്രോ പരിചയപ്പെടുത്തിക്കോ. താജുദ്ദീൻ, ഞാൻ നാട്ടിൽ കണ്ണൂർ തന്നെയാണ്. എവിടെ? കണ്ണൂർ പയ്യാമ്പലം. ഓക്കെ. അടുത്തത് ഇർഷാദ്, കണ്ണൂർ പയ്യാമ്പലം തന്നെ. ഷാദുലി, കണ്ണൂർ താണ. സാജിദ്, തൃശ്ശൂർ. ഓക്കെ, പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇവര് ആസിഫ് അലിന്റെ അനിയനാണ്. അടിപൊളി. നമ്മൾ ഇഷ്ടപ്പെടുന്ന നാടന്റെ മൂത്താപ്പ. അപ്പോൾ അവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. പിന്നെ ഫംഗ്ഷൻ അല്ല, ശരിക്കും നമ്മുടെ കളി കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഹാഫ് ടൈം ആകുമ്പോൾ മാത്രം അങ്ങോട്ട് പോയിട്ട് വരാം. കാരണം ഇപ്പം എല്ലാം കളിൻ്റെ നല്ല ചൂടിലുണ്ടാവാം. സ്കോറൊന്നും അറിയില്ല, നമുക്ക് കയറി നോക്കാം. വെൽക്കം. താങ്ക്സ്. ഓ ഹായ്, അടിപൊളി. നിങ്ങളെല്ലാവരും ഹായ് പറയണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്. എവിടെ പോയാലും ഉഷാറൊക്കെ തന്നെ അല്ലേ? ഗ്രൗണ്ടിൽ പോയാലും അതെ, ഖത്തറിൽ പോയാലും എവിടെ പോയാലും ഇത് തന്നെയല്ലേ നിങ്ങളുടെ അവസ്ഥ? താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. അപ്പം ഖത്തറിലെ രണ്ടാമത്തെ എന്താ പറയാ ആദരവ് കൂടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് എങ്ങനെ കൊറിയർ അയക്കണം ഒന്ന് റൂമിൽ കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പം എന്താ പറയാ, നമുക്ക് നമ്മുടെ മീറ്റപ്പ് ലൊക്കേഷനിലേക്ക് ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഒരു കളിയെ ഇഷ്ടപ്പെടുന്ന, ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരെല്ലാവരും കൂടി നമ്മുടെ നാട്ടിലത്തെ മലയാളത്തിൽ തന്നെ ഒരു എന്താ പറയുക, നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പേരിലൊരു ഇവിടെ ക്ലബ്ബ് ഉണ്ടാക്കുക, ഫാൻസ് ക്ലബ്ബ് ഉണ്ടാക്കുക. അപ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് കളി കാണും. അപ്പം അതൊരു രസം കേട്ടോ. അതൊരു അടിപൊളി സംഭവം. അത് നല്ല ബന്ധങ്ങൾ ഉണ്ടാകാൻ സഹായിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. ശരിക്കും കേരളത്തിൽ നിന്ന് ഏകദേശം 3-4 കളിക്കാരുണ്ടാവും. അതാണ് ഏറ്റവും വലിയ രസം. എന്നുവെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള പേരിൽ ഒരുപക്ഷെ മലയാളികളാണ് 11 കളിക്കാരുമെങ്കിൽ, മലയാളികൾ മാത്രമാണ് അതിൽ കളിക്കുന്നുണ്ടെങ്കിൽ മികച്ച ടീമാകുമായിരുന്നു. നമ്മുടെ നാട്ടിൽ നല്ല കളിക്കാരെ വെച്ചിട്ട് അവരെ കസേരയിൽ ഇരുത്തിയിട്ട് നമ്മളെന്ത് ചെയ്യും, പുറത്തുനിന്ന് വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ ഇറക്കും. അപ്പോൾ നല്ലതല്ല. തോറ്റോ ജയിച്ചോ കേരളത്തിന്റെ പേരുള്ള ഒരു ക്ലബ്ബാണെങ്കിൽ കേരളത്തിലെ ആൾക്കാർ തന്നെ കളിക്കണം.
അതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. പൊട്ടത്തിലാണെങ്കിൽ ക്ഷമിക്കണേ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. പോവാ ഉള്ളിലേക്ക് നമ്മൾ വീടെത്തിട്ടോ. ഹായ്. അപ്പം നമ്മുടെ സാക്കിർ ഭായ് എത്തിയിട്ടുണ്ട്. എടാ വാടാ ബസ്സിലേ വാ. ഇനി അവിടെ ആ മ്യൂസിക് ഒന്ന് ഓഫാക്കി തന്നെ. കോപ്പിന് റെഡി ആകില്ല. എൻട്രി ഞങ്ങൾ പറയട്ടോ. ഓക്കെ ഓക്കെ ഒന്ന് ഓഫാക്കാൻ വേണം മ്യൂസിക്. കുഴപ്പമില്ല ഇവിടെ എടുത്തോ. ഓക്കെ ഇൻഫോം ചെയ്യോ അവിടെ സുനിലോട് പറയേ. ഷാക്കിർ ഭായ് നമുക്ക് എല്ലാവർക്കും നിതീഷ് ഭായ് ബ്ലോക്ക് ചെയ്തോളെ. സിംഗ് മല്ലു ഒന്ന് ബ്ലോക്ക് ചെയ്തോളാം മൂപ്പരെ. നമുക്ക് ഇങ്ങനെ പുള്ളിക്കാർ മാത്രം. അപ്പൊ ഇനി നമ്മൾ നോക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ഷാക്കിർ സുബാൻ, മല്ലു ട്രാവലറിന്റെ ഫോളോവേഴ്സ് നമ്മളെല്ലാവരും കൂടി അദ്ദേഹത്തിനോടൊപ്പം കൂടി എൻജോയ് ചെയ്യാൻ പോവാണ്. അപ്പൊ ലൈവ് ഇടുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സംസാരിക്കുന്നു, ഇടപെടുന്നു, ഇങ്ങനെയൊക്കെയാണ്. എന്താ പറയാ, നമ്മള് ഫാൻസിന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ 3.5 ലക്ഷം ഫോളോവേഴ്സിനോട് ഇഷ്ടപ്പെട്ടില്ല. ഫോളോവേഴ്സ് അപ്പൊ സബ്സ്ക്രൈബേഴ്സ് 4.5 ലക്ഷത്തിലധികം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ ഇനിയിപ്പോ നമുക്ക് ആൾക്ക് പറയാനുള്ള കേൾക്കാല്ലേ, ധാരാളം എക്സ്പീരിയൻസുകൾ നമ്മളടുത്ത് ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. നമ്മളൊക്കെ കൂടുതൽ യാത്രയിലേക്ക് എന്താ പറയാ, ഇങ്ങനെ ഈവെന്റിന് ഇവിടെ വന്ന എല്ലാവർക്കും എന്റെയും എന്റെ സബ്സ്ക്രൈബേഴ്സിനും പറഞ്ഞ് ഒരുപാട് നന്ദി കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള ഒരാളെയും സ്നേഹിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു നാട്ടുകാരൻ എന്ന നിലയിലേക്ക്, ഷാക്കിറിന്റെ ഒരു സുഹൃത്ത് എന്ന നിലയിലേക്ക് ഷാക്കിറിനെ നിങ്ങളൊക്കെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയ കഥകളുള്ള ഷാക്കിറിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തോടെ നന്ദി അറിയിക്കുന്നു. ഇത്രയും ക്രൗഡിനെ കാണുമ്പോൾ ഒന്നും പറയാൻ കിട്ടുന്നില്ല. പിന്നെ എല്ലാവർക്കും നന്ദി മാത്രം, അത്ര തന്നെ. ക്ലിയർ ചെയ്യാം, കുഴപ്പമില്ല. ഇവരൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഈവെന്റിന്റെ സ്പോൺസേഴ്സ് കേട്ടോ. Professional filters, Luber Finer, Halamis Auto Paints, Avex Travels and Tours. Then Real Coffee, QFC, Qatar Fried Chicken, Qatar Resort and Drinks. അടുത്തതായി നമ്മുടെ മല്ലു ട്രാവലറിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ഫാൻ അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബർ ഒരു പാട്ട് പാടാൻ പോവാണ്. അപ്പം അതിനായിട്ട് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് മിസ്റ്റർ ഫവാസ്. മല്ലു ട്രാവലർ എന്നൊരു പേര്, ലോകം ചുറ്റും സഞ്ചാരി. മല്ലു ട്രാവലർ എന്നൊരു പേര്, ലോകം ചുറ്റും സഞ്ചാരി. മലയാളികളുടെ അഭിമാനം ഈ കണ്ണൂർക്കാരൻ ചെങ്ങായി, കണ്ണൂർക്കാരൻ ചെങ്ങായി. മല്ലു ട്രാവലർ എന്നൊരു പേര്, ലോകം ചുറ്റും സഞ്ചാരി. മലയാളികളുടെ അഭിമാനം ഈ കണ്ണൂർക്കാരൻ ചെങ്ങായി, കണ്ണൂർക്കാരൻ ചെങ്ങായി. 9 നാട്ടിൽ ഹൈക്കിംഗ് ചെയ്തൊരു വമ്പൻ യാത്ര നടത്തുമ്പോൾ, 9 നാട്ടിൽ ഹൈക്കിംഗ് ചെയ്ത
മല്ലുകാവല എന്നൊരു പേര് മല്ലുകാവല എന്നൊരു പേര് ലോകം ചുറ്റും സഞ്ചാരി മലയാളികളുടെ അഭിമാനം ഈ കണ്ണൂർക്കാരൻ ചെങ്ങായി കണ്ണൂർക്കാരൻ ചെങ്ങായി കറുത്ത നാടെന്നൊരു കേട്ടൊരു ആഫ്രിക്കയിലും പോയല്ലോ കറുത്ത നാടെന്നൊരു കേട്ടൊരു ആഫ്രിക്കയിലും പോയല്ലോ വെളുത്ത മനസ്സുള്ളൊരു മാനസയുടെ കഥകൾ നമുക്ക് തന്നല്ലോ കഥകൾ നമുക്ക് തന്നല്ലോ മല്ലുകാവല എന്നൊരു പേര് ലോകം ചുറ്റും സഞ്ചാരി മലയാളികളുടെ അഭിമാനം ഈ കണ്ണൂർക്കാരൻ ചെങ്ങായി കണ്ണൂർക്കാരൻ ചെങ്ങായി ആമിന തന്നുടെ കൈകൾ പിടിച്ച് യൂറോപ്പിൽ ഇവനെത്തുമ്പോ പിറന്ന നാടിനു മാത്രമല്ല അമ്മയ്ക്കും ഇവൻ അഭിമാനം പെറ്റുമ്മയ്ക്കും ഇവൻ അഭിമാനം മല്ലുകാവല എന്നൊരു പേര് ലോകം ചുറ്റും സഞ്ചാരി മലയാളികളുടെ അഭിമാനം ഈ കണ്ണൂർക്കാരൻ ചെങ്ങായി കണ്ണൂർക്കാരൻ ചെങ്ങായി മല്ലുകാവല എന്നൊരു പേര് ലോകം എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോയ് ട്രിപ്പ് പോകാൻ തിരഞ്ഞെടുത്ത വണ്ടിയാണ് 200. ഞാൻ ഈ വണ്ടിയിലെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 വർഷം എടുത്തിട്ട് പക്ഷെ അങ്ങനെ വലിയ ട്രിപ്പുകളൊന്നും പോയിട്ടില്ല. അപ്പോൾ ഒരു ലഡാക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രോബബ്ലി നെക്സ്റ്റ് ഇയർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞു നെക്സ്റ്റ് ഇയർ പോകാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ബ്രോക്ക് ഈ വണ്ടിയായിട്ടുള്ള ഒരു അടുപ്പം അല്ലെങ്കിൽ ഈ വണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയിലല്ല കാര്യം. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയിലല്ല, ഇവിടെ മറ്റേ TVS ചവിട്ടി കിടക്കുന്ന വണ്ടിയും അതുപോലെ എന്താ പറയുക നമ്മുടെ MH ഒക്കെ എടുത്തിട്ട് ലഡാക്ക് പോയ ആൾക്കാരുണ്ട്. ആൾക്കാർ ഷോപ്പ് എന്നുള്ള രീതി വരുമ്പോഴാണ് അവർ വലിയ വണ്ടികളും പണ്ടൊക്കെ അവർ പോകുന്നത്. വണ്ടി വിഷയമല്ല. ഇപ്പൊ ഞാൻ എന്നെ ക്ലിക്ക് എടുത്തിട്ടാണ് പോയത്, കാരണം അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതാണ് കാറിന്റെ പേസേജ് എന്ന് പറയും. പലരുടെയും വലിയ ഇത് കിട്ടാൻ ലക്ഷക്കണക്കിന് രൂപ വേണം. ഇതിന്റെ ചാർജ് വരുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഇതിപ്പോ 5 പേജ് 10 പേജ് 25 പേജ് വരും. ഞാൻ 25 പേജിലിട്ടു. ഇപ്പം ഓരോ സ്ഥലത്ത് എൻട്രൻസ് ചെയ്യുമ്പോഴും ഇതിപ്പോ ഇന്ത്യയിൽ ഓൾറെഡി ഒന്ന് കയറി, കാരണം അവിടെ നമ്മളെ എൻട്രൻസ് ചെയ്തു. ഓരോ ബോർഡർ ക്രോസിങ്ങിന് ഓരോ എടുക്കും. എനിക്ക് 25 ബോർഡർ ക്രോസിംഗ് ചെയ്യാം. ചില സ്ഥലങ്ങളിൽ കീറാതെയും കയറാം. എന്നുവെച്ചാൽ 25 പേജിന് വേൾഡ് മുഴുവൻ പാകിസ്ഥാനോട് ഈ പേജ് പോകാം. ഇതിന് ഏകദേശം 1,80,000 രൂപയാണ് എക്സ്പെൻസ് വരുന്നത്. അതിൽ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്. ഈ കാണുന്ന IDP ഇതിന് നമുക്ക് തുറന്നു കഴിഞ്ഞാല് എന്റെ ഡീറ്റെയിൽസ്, പിന്നെ ഇവിടെ ഫോട്ടോസ്. ഇത് ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരുടെ മുമ്പിൽ മാത്രമേ നമുക്ക് പ്രശ്നമില്ല, ബാക്കിയൊക്കെ നമുക്ക് അടിച്ചു ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെയൊക്കെ അടിക്കാം. ഇത്ര ഇവിടുത്തെ പോലെ പോയിന്റ്സ് ഒക്കെ ഇല്ല ഇവിടെ. ഇതുപോലെ ഒരു പോയിന്റ്സ് വെച്ചിരുന്നു. ഓരോ പോയിന്റ്സ് പോകുന്ന വെച്ചാൽ ഇതിന് വാലിഡിറ്റി പോകും. 1 ഇയർ വാലിഡിറ്റി ആണ്. 1,500 രൂപക്ക് ആർക്കും എടുക്കാം. പല രാജ്യങ്ങളിലും ലിസ്റ്റിങ്ങിന് പോകുന്നവർക്ക്, നിങ്ങളിപ്പം UAE ആണെങ്കിൽ ലിസ്റ്റിങ്ങിന് പോകുന്നെങ്കിൽ നാട്ടിൽ നിന്ന് IDP എടുത്താൽ നിങ്ങൾക്ക് അവിടെ ടാക്സി വണ്ടി എടുക്കും. വാടക എടുക്കുന്ന റെന്റക്കാരൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സാധാരണ വണ്ടികൾ എടുക്കാൻ പറ്റും. അതാണ് അതിന്റെ റൂൾസ്. ഇവിടുത്തെ റൂൾസ് എനിക്കറിയില്ല, കേരളത്തോളം പറ്റില്ല. ഇവിടെ ബിസിനസ് ഫീസൊക്കെ വന്നിട്ട് നമ്മൾ വേറെ അപ്ലൈ ചെയ്യും. അല്ലാണ്ട് സാധാരണ ഓണറേറ്റ് ഫീസൊക്കെ ഇവിടെ അയച്ചിട്ടില്ല. അതാണ് ഇവിടുത്തെ റൂൾസ്. നമ്മളെ സ്പോൺസേഴ്സിന്റെ ബോർഡിൽ എടുത്താൽ മതി. ഡ്രൈവർ ഏതായാലും എന്താ പറയാ, ഖത്തർ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു.
എന്താ പറയാ, ഖത്തറിലെ ആൾക്കാർ ഖത്തർ മുത്ത് പോലെ തന്നെ കേട്ടോ. ഖത്തറിലെ ആൾക്കാരും ഭയങ്കര മുത്താണ്. ഇനി വേറൊന്നും പറയാനുണ്ടോ? ഈ കാര്യങ്ങൾ മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.